ഹായ് ഹലോ നമസ്കാരം. മനോഹരമായൊരു 4 BHK വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിശാലമേറിയൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി വരുന്ന ഈ വീട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ലേ. ഇങ്ങനെ ചെയ്താൽ ദിവസവും ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മനോഹരമായൊരു ലൊക്കേഷൻ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 9 കിലോമീറ്റർ മാത്രം ദൂരത്തായി, ബസ് റൂട്ടിൽ നിന്നും ഏതാണ്ട് ഒരു 600 മീറ്റർ മാത്രം ദൂരത്തായും, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്റർ ദൂരത്തായും, കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം ദൂരത്തായും, 2.5 കിലോമീറ്റർ സമരട്ടൺ ഹോസ്പിറ്റലിൽ നിന്നും, കൂടാതെ ആലുവ ടൗണിൽ നിന്നും 10 കിലോമീറ്റർ ദൂരത്തായും, ലുലു മാളിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരത്തായും, കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 9 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് 4 സെൻറ്റിലാണ് വരുന്നത്. 2000-ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വിശാലമേറിയൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വില്ല കമ്മ്യൂണിറ്റിയിലെ 8ഓളം വീടുകൾ ഓൾറെഡി സോൾഡ് ഔട്ടായി, താമസവും കഴിഞ്ഞു. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് നൽകിയിട്ടുണ്ട്. ഒരേ സമയത്ത് തന്നെ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. തീർത്തും ശാസ്ത്രപരമായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. ഇതിൻ്റെ വാട്ടർ സോഴ്സിനായി കിണർ വെള്ളവും KW കണക്ഷനുമാണ് നൽകിയിരിക്കുന്നത്. 2014 ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുറ്റത്തായി കടുപ്പാക്കല്ലുകൾ വിരിച്ചിരിക്കുന്നു. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും വെച്ച് നൽകുന്നതാണ്. മെയിൻ ഡോറ് 2 പാളികളിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ലിവിങ് സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് ഈ ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായ ഒരു ഫ്ലോറിംഗ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും നമ്മൾ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. വലിയൊരു ഡൈനിങ് സ്പേസിലേക്കാണ് അടുത്ത എൻട്രി വരുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒതുങ്ങിയ രീതിയിൽ കോമൺ വാഷ് ഏരിയ നൽകിയിരിക്കുന്നു. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ ഒരു ഭാഗത്ത് ഒരു പാഷോ ഡിസൈൻ ചെയ്തിരിക്കുന്നു. നല്ലൊരു ഭംഗിയിൽ തന്നെയാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചണാണ് നമ്മൾ ഈ കാണുന്നത്. മനോഹരമായൊരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനിൽ കിച്ചൺ ക്യാബിനറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്കൊരു വർക്ക് ഏരിയയിലേക്ക് ഒരു എൻട്രി വരുന്നുണ്ട്. കിച്ചൺ ഈ ഒരു ഭാഗത്താണ് നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ നല്ല ഭംഗിയിൽ തന്നെ വടക്ക് കിഴക്ക് മൂലയിലാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വലിയൊരു വാർഡ്രോബ് സൗകര്യം നമുക്കിവിടെ ലഭ്യമാണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. വലിയൊരു കിങ് സൈസ് ബെഡ് ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട്. ബാത്റൂം സൈഡിലേക്ക് പോയി കൺസീൽഡ് ആയിട്ടാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. കൺസീൽഡ് ആയിട്ടാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാനിറ്ററി ഫിറ്റിങ്സുകളായി ജാഗോർ ബ്രാൻഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. വലിയ വെട്രിഫൈഡ് ടൈൽസുകൾ തന്നെയാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ വാൾഡ്രോബ് സൗകര്യം ഒരുക്കിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല കളർ കോമ്പിനേഷനിൽ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. കൺസീൽഡ് ആയിട്ടാണ് ഈ ബാത്റൂമും ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. നല്ല ഭംഗിയിലാണ് ഫസ്റ്റ് ഫ്ലോർ നിർമ്മിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസ് എന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ഇൻവെർട്ടർ യൂണിറ്റ് എല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം അവൈലബിൾ ആണ്. നേരെ കയറി ചെല്ലുന്നത് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ലിവിങ്ങിലേക്കാണ്. സ്റ്റെയർകേസിനായി ഗ്രാനൈറ്റും ഹാൻഡ്രൈനായി സ്ക്വയർ ട്യൂബും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് സ്പേഷ്യസ് ഒരു ലിവിങ് സ്പേസിലേക്കാണ്.
ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പർഗോളകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ്. മാത്രമല്ല ഒരു ടി വി ഏരിയ, ഒരു ഹോം തിയേറ്റർ സ്പേസ് ഏരിയ നമുക്കിവിടെ അവൈലബിൾ ആണ്. നല്ല സ്പേഷ്യസ് ആയി തന്നെ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നു. കൂടാതെ ഒരു സ്റ്റഡി ടേബിൾ എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകളിൽ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. സീലിങ്ങുകളിൽ പ്രൊഫൈൽ ലൈറ്റുകളും സ്പോട്ടിംഗ് ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ്. ഇവിടെ നിന്നും ബാൽക്കണിയിലേക്ക് ഒരു എക്സിറ്റ് അവൈലബിൾ ആണ്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ബാത്റൂമിൻ്റെ ഒരു സൈഡ് വശത്തായി ഒരു ഭാഗത്തായി ഒരു ഡ്രസ്സിങ് ഏരിയ നമുക്ക് അവൈലബിൾ ആണ്. നല്ല സ്പേഷ്യസ് ആയ നീളത്തിലൊരു ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കൺസീൽഡ് ആയിട്ടാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ലാസ്റ്റ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നു. മാത്രമല്ല വാർഡ്രോബ് സൗകര്യങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ബാത്റൂം സൈഡിലേക്ക് പോയ ഒരു ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നു. ബാത്റൂമിന് സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. കൂടാതെ ഒരു മനോഹരമായൊരു ബാൽക്കണി നമുക്കിവിടെ അവൈലബിൾ ആണ്. നല്ല സ്പേഷ്യസ് ആയ ബാൽക്കണിയാണ്. ഇവിടെ എല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 9 കിലോമീറ്റർ മാത്രം ദൂരത്തായി 4 സെൻറ്റിൽ 2000ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി വരുന്ന മനോഹരമായൊരു ലൊക്കേഷൻ്റെ ഭാഗമായി വരുന്ന നല്ലൊരു വില്ല പ്രൊജക്റ്റിൽ നിർമ്മിച്ചിരിക്കുന്ന 2020 പഞ്ചായത്തിൽ വരുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 87 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. വീട് പർച്ചേസ് ചെയ്യാൻ ലോൺ സൗകര്യവും ലഭ്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.